ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിയാണ്. ഭഗവത് രചയിത, ഭഗവാന്റെ ശബ്ദമാണ്. അതിൽ ദശമസ്കന്ധം ആ ഭാഗവത പുരുഷന്റെ മുഖമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധം, 18,000 ശ്ലോകങ്ങളുണ്ട്. ഈ 12 സ്കന്ധത്തിലും വച്ച് ഏറ്റവും വലിയ സ്കന്ധം ദശമസ്കന്ധമാണ്. കാരണം ശുകമഹർഷി കൃഷ്ണനെ കുറിച്ച് വിവരിച്ച് വന്നപ്പോൾ പരീക്ഷിത്തും ശുകമഹർഷിയും ആ ആനന്ദത്തിൽ ആറാടുകയാണ്. എല്ലാവർക്കും അറിയാം പരീക്ഷിത്തിന് ഒരു ശാപമുണ്ട്. എന്താണ് ശാപം? 7 ദിവസം കഴിയുമ്പോൾ തക്ഷകൻ വന്ന് ഘടിക്കും, അല്ലേ? പക്ഷെ പരീക്ഷിത്ത് തൻ്റെ മരണത്തിനെ മറന്നു. അതായത് ദശമസ്കന്ധം പാരായണം അല്ലെങ്കിൽ ഇവരെ ചർച്ച വന്നത് 4ാമത്തെ ദിവസമാണ്. എന്ന് വെച്ചാൽ ഇനി 2 ദിവസത്തിൽ മരണം. ഇവിടെ ഇത്രയും പേര് കൂടിയിരുന്ന് ഭാഗവതം കേൾക്കുന്നു. ഇവിടെ ഒരാളുടെ കസേരയുടെ അടിയിൽ ഒരു പാമ്പുണ്ട്. എത്ര പേര് ഇരിക്കും? ഫസ്റ്റ് ഞാൻ പോകും. ഇവിടെ ആരും കാണത്തില്ല, അല്ലേ? ഇത് തന്നെയാണ് പരീക്ഷത്തിന്റെ അവസ്ഥ. 7ാമത്തെ ദിവസം കടിക്കാനായി തക്ഷകൻ അവിടെ കാത്തിരിപ്പുണ്ട്. 4ാമത്തെ ദിവസമായി, ഇനിയും 2-3 ദിവസമേ ഉള്ളൂ. പക്ഷെ പരീക്ഷിത്ത് തൻ്റെ മരണത്തിനെ മറന്നു. ഈ കുഞ്ഞിന് ഈ പേര് കിട്ടിയത് തന്നെ ഒരു അപൂർവമായ കഥയാണ്. ഉത്തരയുടെ ഗർഭപാത്രത്തിനകത്താ പരീക്ഷിത്തുണ്ടായത്. അപ്പോൾ അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം അയച്ചു. ഉത്തരയ്ക്ക് എങ്ങനെ രക്ഷപ്പെടണം എന്നറിയില്ല. അതിമനോഹരമായ ശ്ലോകം ഉത്തര ചൊല്ലി. ഇന്നും സന്താനഭാഗ്യം, സന്താന രക്ഷയ്ക്കായി അമ്പലങ്ങളിൽ തിരുമേനിമാര് ചൊല്ലുന്ന ശ്ലോകമാണ്. പാഹി പാഹി മഹായോഗേ ദേവദേവ ജഗത്പതേ അഭയം. എന്താണ് അടുത്ത ലൈൻ? നാണ്യം ത്വദ് അഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഇന്നും സന്താന പൂജയ്ക്കായിട്ട് തിരുമേനിമാർ ചൊല്ലുന്നുണ്ട്. ആരാ ആദ്യം ചൊല്ലിയത്? ഉത്തര. ഉത്തരയുടെ ഗർഭത്തിൽ പരീക്ഷിത്ത് കിടക്കുന്നു. ബ്രഹ്മാസ്ത്രം അയച്ചു അശ്വത്ഥാമ. പാണ്ഡവരെടുത്ത് പോയി. ഇത്രയും കരുത്തുള്ളവരാ പാണ്ഡവർ, പക്ഷെ അവര് രക്ഷിക്കുന്നില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭഗവാനെ കണ്ടു ഓടി ഉത്തര. പാഹി പാഹി മഹായോഗേ ദേവദേവ ജഗത്പതേ നാണ്യം ത്വദ് അഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. മൃത്യുവിനെ ഞാൻ മുഖത്തോട് മുഖം കാണുകയാണ് കൃഷ്ണ. നാണ്യം ത്വദ് അഭയം പശ്യേ, നീയല്ലാതെ ഒരു അഭയം ആർക്കുമേ ഇല്ല എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ ഒരു അങ്കുലം, ഒരു പെരുവിരലിന്റെ വലുപ്പത്തിൽ ചെറുതായി ഉത്തരയുടെ ഗർഭത്തിനകത്ത് പ്രവേശിച്ച് ആ ബ്രഹ്മാസ്ത്രത്തിനെ തടഞ്ഞു. ഗർഭത്തിലുള്ള പരീക്ഷിത്ത് ആരെ കണ്ടു? ഭഗവാനെ കണ്ടു. ആ ഒരു നിമിഷ നേരത്തിന് ഉത്തരയും കൃഷ്ണന്റെ അമ്മയായി. അപ്പോ പരീക്ഷിത്ത് ഭഗവാനെ കണ്ടിട്ട് ആ സൗന്ദര്യം പരീക്ഷത്തിന്റെ മനസ്സിൽ പതിഞ്ഞു. ജനിച്ചതിന് ശേഷം ആരെ കണ്ടാലും പരീക്ഷിത്ത് ആലോചിക്കും, ഗർഭത്തിനകത്ത് കണ്ട ആളാണോ? അല്ല. അതാണോ? അല്ല. ഇങ്ങനെ കാണുന്നവരെല്ലാം പരീക്ഷിക്കുന്നത് കൊണ്ടാണ് ആ കുഞ്ഞിന് പരീക്ഷിത്ത് എന്ന പേര്. ആ കുഞ്ഞ് ആരെ അന്വേഷിക്കുന്നത്? അന്ന് ഗർഭത്തിൽ കണ്ട ആളെ ഒന്നും കൂടെ കാണാൻ പറ്റുമോ? ആ സൗന്ദര്യമുള്ള ഭഗവാനെ ഇനിയും കാണാൻ പറ്റുമോ? ഇനിയും കാണാൻ പറ്റുമോ? എവിടെ കാണാൻ പറ്റും? ആ ആകാംക്ഷയാണ് ആ കുട്ടിക്ക് പേരായത്. 4ാം ദിവസം കൃഷ്ണവർണ്ണനം, കൃഷ്ണവിവരണം തുടങ്ങി. സുഖമഹർഷിയും മറന്നു തക്ഷകനെ കുറിച്ച്, പരീക്ഷിത്തും തക്ഷകനെ കുറിച്ച് മറന്നു. 2 പേരും ഇങ്ങനെ സംസാരിക്കുക. ദിവസങ്ങളും മണിക്കൂറുകൾ പോയതുപോലും അറിയില്ല. അതുകൊണ്ട് 10ാം സ്കന്ധം ഭാഗവതത്തിൽ വച്ച് തന്നെ ഏറ്റവും വലിയ സ്കന്ധമായി മാറി. ഭഗവാന്റെ വിവരണങ്ങളാ 10ാം സ്കന്ധത്തിൽ. അങ്ങനെ 3ാം ജന്മമാണ് ദേവകിക്കും യശോദയ്ക്കും. ഇതിനു മുമ്പേ ഇവർ കശ്യപ്പനും അതിഥിയായിട്ടും സുതാപ, പൃഷ്ണി, ഇങ്ങനെ 3 പേരിൽ ഇവർ 3 തവണ ജന്മം. ആദ്യം ഈ ദമ്പതി, ഭർത്താവിൻ്റെ പേര് സുതാപ, ഭാര്യയുടെ പേര് പൃഷ്ണി. വീണ്ടും അവർ ജന്മമെടുത്തു, കശ്യപ, അതിഥി. 3ാമത്തെ ജന്മമാണ് ദേവകിയും വസുദേവൻ. ആലോചിച്ച് നോക്കൂ. കംസൻ സ്നേഹത്തോട്
400 കാളവണ്ടി നിറയെ സമ്മാനമാണ് തൻ്റെ അനുജത്തിയുടെ വിവാഹത്തിന് കൊടുത്തത്. നിങ്ങളൊക്കെ എത്ര കാളവണ്ടി സമ്മാനം കൊണ്ടുവന്നു? ഒന്നും കിട്ടിയില്ലേ? ദേവകിക്ക് കംസൻ 400 കാളവണ്ടി നിറച്ചാ തന്നത്. തേരാളി എടുത്ത് പറഞ്ഞു, നീ തേര് തെളിക്കണ്ട, എൻ്റെ സഹോദരിയെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് രഥമോട്ടിക്കുന്നവനെ തേരാളിയെ ഇറക്കി വിട്ട് ആ കുതിരകളുടെ കടിഞ്ഞാൺ സ്വയം ഏറ്റെടുത്ത് അവിടെ തേരാളിയായി കംസൻ നിൽക്കുക. അപ്പൊ എന്തുമാത്രം സ്നേഹം അനുജത്തിയെടുത്ത് ഉണ്ടാകും. അപ്പോഴാണ് ഒരു അശരീരി, ഹേ മൂർഖ കംസ, സ്വഭാവം മൊത്തത്തിൽ മാറും. സ്വാർത്ഥരെ വിശ്വസിക്കരുത്. എപ്പ പറഞ്ഞത് മാറ്റും, വാക്ക് മാറ്റും. രാഷ്ട്രീയക്കാർക്കൊക്കെ ഇതാണ് പണി. അങ്ങനെയുള്ളവരാരെങ്കിലും പരിചയമുണ്ടോ? രാവിലെ പറയുന്നല്ല, വൈകുന്നേരം പറയുന്നല്ല, അടുത്ത ദിവസം കഥ മുഴുവനും തിരിച്ചു പറയും. ഈ ഒരു അക്ഷരം കേട്ടപ്പോൾ കംസന്റെ സ്വഭാവം എല്ലാം മാറി. കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചോണ്ടിരുന്ന കംസൻ ദേവകിയുടെ മുടി പിടിച്ച് വലിച്ച് ഇത്രയും സ്നേഹിച്ച് അടുത്ത ക്ഷണം ഉടവാളും എടുത്ത് ദേവകിയെ വെട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഈശ്വര വിശ്വാസമില്ലാതെ ഭൗതികതയിൽ സ്വാർത്ഥതയിൽ കഴിയുന്നവരുടെ വാക്കൊന്നും ഒരിക്കലും കേൾക്കരുത്. അവരെ വിശ്വസിക്കാനും പറ്റില്ല. അപ്പൊ ഉടനെ വസുദേവർ വന്ന് പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, കംസ, സഹോദരിയുടെ വിവാഹ ദിവസം നീ സഹോദരിയെ കൊല്ലുന്നത് നിനക്ക് ശോഭയല്ല. 14 ലോകവും നിന്നെ പുച്ഛിക്കും. നിനക്ക് എന്താ പേടി? 8ാമത്തെ കുഞ്ഞല്ലേ നിനക്ക് പേടി? ഞാൻ എൻ്റെ 8ാമത്തെ കുഞ്ഞിനെ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരാം. ശരി, പോട്ടെ. നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ എൻ്റെ പത്നി പ്രസവിക്കുന്ന ഓരോ കുട്ടിയും നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരാം. നീ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ കംസൻ വിചാരിച്ചു, വസുദേവൻ എത്ര നല്ല മനുഷ്യനാ, വെറുതെ വിട്ടു. രാത്രിയായപ്പോൾ നാരദ മഹർഷി വന്നു കംസനെ കാണാൻ. നിനക്ക് 1, 2, 3 അറിയാമോ? കംസൻ ചോദിച്ചു, അറിയാം. അതായത് മുന്നേ ഇരുന്നാണോ 8 തുടങ്ങുന്നത്, അല്ല പുറകെ ഇരുന്നാണോ എണ്ണുന്നത്? ഈ ഹരിയെ വിശ്വസിക്കരുത്. നിനക്കറിയില്ലേ ഹിരണ്യകശിപുവിനെ ഹരി എങ്ങനെയാ പറ്റിച്ചത്? ഹിരണ്യാക്ഷനെ എങ്ങനെയാ നാരദൻ ഈ പണി ചെയ്യും. ഉടനെ പരീക്ഷിത്ത് ശുഖമഹർഷി എടുത്ത് ചോദിക്കാം, മഹാഭക്തനായ നാരദരാണോ ഈ പണി ചെയ്തത്? അതെ. എന്തിനാ? ഭഗവാന്റെ വരവിനെ സ്പീഡാക്കാൻ വേണ്ടി. ഭഗവാനെ കാണാൻ കാത്തിരിക്കാനുള്ള മനസ്സില്ല. ഭഗവാന്റെ വരവിനെ വേഗത്തിലാക്കാൻ വേണ്ടി അന്ന് രാത്രി, രാവിലെ വിട്ട കംസൻ അന്ന് രാത്രി വീണ്ടും കൊണ്ടുപോയി അവരെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചു. അതിനെ എതിർത്ത ഉഗ്രസേന മഹാരാജാവിനെ അടുത്ത മുറിയിൽ ബന്ധിച്ചു. ചുരുക്കത്തിൽ ബന്ധുക്കളെ മുഴുവനും കാരാഗ്രഹത്തിലിട്ടു. കാരാഗ്രഹം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് തെറ്റുകാരെ ശിക്ഷിക്കാൻ രാജാക്കന്മാർ ഒരുക്കിയ ഒരു സംഭവം. എന്താന്ന് വെച്ചാൽ ആ ജയില് ഇരുണ്ടിരിക്കും. 2-3 ദിവസം കഴിഞ്ഞാൽ ജയിൽ പുള്ളികൾക്ക് ഇത് പകലാണോ രാത്രിയാണോ ഒന്നും അറിയാൻ പറ്റില്ല. ഉറക്കവും ഊണും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഏത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കും ഭ്രാന്ത് പിടിക്കും. ഊണും ഉറക്കവും നഷ്ടപ്പെട്ടാൽ. അതുകൊണ്ട് പണ്ട് കാലത്ത് രാജാക്കന്മാർ ഇവരെങ്ങനെയാ ശിക്ഷിക്കുക? ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇത് രണ്ടും നഷ്ടം. അങ്ങനത്തെ കാരാഗ്രഹത്തിലാ ബന്ധിച്ചത്. ഓരോ കുഞ്ഞ് ജനിക്കും. ജനിച്ച നിമിഷങ്ങൾക്കകം കംസൻ വരും. ആ ചില മണിക്കൂർ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കാല് പിടിച്ച് തൂക്കി കാരാഗ്രഹത്തിന്റെ കരിങ്ങൽ ചുവരിൽ ഓങ്ങി അടിച്ചു കൊല്ലും. ഒരമ്മയ്ക്കും ഇത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദേവകി വീണ്ടും 2ാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ തയ്യാറായി. ദേവകിക്ക് നന്നായിട്ടറിയാം കംസൻ ഇതാ വരാൻ പോകുന്നു. ഏതെങ്കിലും ഒരു അമ്മ ഇത്തരം പ്രയത്നങ്ങൾക്ക് തയ്യാറാവൂ? പക്ഷെ ദേവകി എന്തിനാ തയ്യാറായത്? ഈ തപസ്യാണ് എൻ്റെ ഹൃദയത്തിൽ ആരെ കൊണ്ടുവരാൻ പോകുന്നത്? ഭഗവാനെ. ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും കംസൻ വന്ന് അട്ടഹസിച്ച് ആ കുഞ്ഞിനെ എടുത്ത് കരിങ്ങൽ ചുമരിൽ അടിച്ചു കൊല്ലും. 6 എണ്ണത്തിനെ കൊന്നു. ശുഖമഹർഷി പറയാ, അത് 6ഉം കാമ, ക്രോധ, മോഹ, ലോഭ, മതം, മാത്സര്യം. ഹൃദയത്തിൽ ദൈവം വരണമെങ്കിൽ ആദ്യം ഈ 6ഉം നഷ്ടപ്പെടണം. ഏതാറ്? കാമ, ക്രോധ, മോഹ, ലോഭ, മതം, മാത്സര്യം. 7ാമത്തത്
ബലരാമൻ. പക്ഷെ എന്തായി? ബലരാമൻ നേരിട്ട് ദേവകിയുടെ ഗർഭത്തിലിരുന്ന് അവിടെ ഗോകുലത്തിൽ രോഹിണിയുടെ ഗർഭത്തിലേക്ക് ട്രാൻസ്ഫർ ആയി ഡയറക്റ്റ്ലി. കംസൻ കാണാൻ പോലും സാധിച്ചില്ല. എന്തുകൊണ്ടാ? ബലരാമൻ ഗുരുവാ. അതായത് ഭഗവാനെ കിട്ടണമെങ്കിൽ അതിനു മുമ്പേ ആരുടെ അനുഗ്രഹം വേണം? മാതാ പിതാ ഗുരോ ദൈവം. ഗുരു ഇല്ലാതെ ദൈവത്തിനെ കിട്ടുകയില്ല. കൃഷ്ണന് പോലും ഗുരു ഉണ്ടായിരുന്നു. എട്ടാമത്തത് 6 കാലവും ഒരുമിച്ച് പ്രത്യക്ഷമായി. എന്തൊക്കെയാണ് 6 കാലം? എന്തൊക്കെയാണ് 6 കാലങ്ങൾ? ഹേമന്ത, ഗിരീഷ്മ, ശിശിര, വർഷ, ശരത്, വസന്തം. ഹേമന്ത, ഗിരീഷ്മ, ശിശിര, ശരത്, വർഷ, ശരത്. 6 താങ്ക് യു. മനസ്സിലായില്ല, പക്ഷെ എന്തോ ആയി. 6 കാലം, 6 കാലങ്ങളും ഒരുമിച്ച് പ്രത്യക്ഷമായി. മഴയും സൂര്യനും തണുപ്പും മഞ്ഞും എല്ലാം ഒരുമിച്ചുണ്ടായി. 6 കാലങ്ങളിൽ ഉണ്ടാകുന്ന പഴങ്ങളും പൂക്കളും എല്ലാം ഒരുമിച്ചുണ്ടായി. അന്ന് പ്രത്യേകം അഭിജിത്ത് എന്ന ഒരു 28ാമത്തെ നക്ഷത്രവും, മൊത്തം 26 27 നക്ഷത്രങ്ങൾ, 27. അന്ന് അഭിജിത്തും വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഉച്ചസ്ഥായിയിലിരുന്ന കാലത്ത്, ആ സമയത്ത് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരെല്ലാം ഗാഠനിദ്രയിൽ, ഉറക്കത്തിലാണ്. ഭക്തജനങ്ങൾ മാത്രം ഉണർന്നിരിക്കുന്നു. മഴയും പെയ്യുന്നു, വെയിലും ഉണ്ട്, തണുപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷികളെല്ലാം മനോഹരമായ കീർത്തനം ആലപിക്കുന്നു. ദേവഗണങ്ങളെല്ലാം വാദ്യഘോഷങ്ങൾ ആലപിക്കുന്നു. എല്ലാം ചെയ്യുമ്പോൾ ആ ഒരു ശുഭമുഹൂർത്തത്തിൽ ആദ്യം വസുദേവരുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രത്യക്ഷമായി. പിന്നെ അത് കഴിഞ്ഞ് വസുദേവരുടെ ഹൃദയത്തിൽ ഇരുന്ന് ദേവകിയുടെ ഹൃദയത്തിൽ പ്രത്യക്ഷമായി. പിന്നെ ദേവകിയുടെ ഹൃദയത്തിൽ നിന്ന് ശംഖചക്ര ഗദാപത്മധാരിയായി ഭഗവാൻ 4 കൈയുള്ള നാരായണ രൂപം സ്വീകരിച്ചു. ദേവകിയുടെ ശരീരം പറയ്ക്കാൻ തുടങ്ങി. രോമാഞ്ചം ഉണ്ടായി, കണ്ണുകൾ നിറഞ്ഞു. 2 കൈയും ഉയർത്തി ദേവകി പ്രാർത്ഥിക്കുക, നാരായണ, ഞാൻ എന്ത് ഭാഗ്യം ചെയ്യും. ഈ കാരാഗ്രഹത്തിലും വന്ന് എന്നെ അനുഗ്രഹിച്ചല്ലോ. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്, ഈ രൂപം സ്വീകരിക്കരുത്. കംസൻ എൻ്റെ 6 കുഞ്ഞുങ്ങളെയും കൺമുമ്പേ ക്രൂരമായി, അല്പം പോലും ദയയില്ലാതെ വധിച്ചു. നിനക്കും എന്തെങ്കിലും സംഭവിച്ചാലോ, അതുകൊണ്ട് സാധാരണ മനുഷ്യരൂപം സ്വീകരിക്കുക. ദേവകിക്ക് അറിയില്ല, ഭഗവാനെ തോൽപ്പിക്കുന്ന ശക്തി പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു അമ്മയുടെ വാത്സല്യത്തിൽ ദേവകി പറഞ്ഞു, സാധാരണ വ്യക്തിയുടെ രൂപം. ഉടനെ ഭഗവാൻ പ്രത്യക്ഷമായി. മനോഹരമായ ഒരു ശ്യാമസുന്ദര രൂപം. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വനമൗക്തികം കരതലേ വേണു കരേ കാങ്കനം സർവാംഗേ ഹരിചന്ദനം സുലലിതം കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാല ചൂടാമണി. ഭഗവാൻ അവതരിച്ചപ്പോഴേ കയ്യിൽ ഓടക്കുഴൽ, വള, ഇതെല്ലാം കൂടെയാണ് വന്നത്. ഇത്രയും സാധനങ്ങളും കൊണ്ടാണ് ഭഗവാൻ വന്നത്. അവതാരം നടത്തി അതിമനോഹരമായി ദേവഗണങ്ങളെല്ലാം വാദ്യോപകരണങ്ങൾ വായിച്ചു. മറ്റ് ദേവി ഋഷിമാരും ഇവരെല്ലാം മന്ത്രം ചൊല്ലി. അത് കഴിഞ്ഞ ഉടനെ ദേവകി ക്ഷീണത്തിൽ ബോധം കെട്ടു വീണു. നേരത്തെ ഉപദേശിച്ചതുപോലെ വസുദേവർ കുഞ്ഞിനെ ഒരു ബാസ്ക്കറ്റിൽ എടുത്തിട്ട് തലയിൽ, എല്ലാ കാരാഗ്രഹം തുറന്നു കിടക്കുന്നു, കാവൽക്കാരന്മാർ ഉറങ്ങാണ്. അന്ന് ഭയാനകമായ മഴയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഒരുമിച്ച് പതിവില്ലാതെ യമുന കരകവിഞ്ഞു ഒഴുകുകയാണ്. എന്തുകൊണ്ടാണ്? യമുന 10,000 വർഷമായിട്ട് ഈ ദിവസത്തിന് കാത്തിരിക്കാം. ഏത് ദിവസം? ഭഗവാനെ ഒന്ന് കാണാൻ. വസുദേവർ ബാസ്ക്കറ്റിൽ കൃഷ്ണനെ കൊണ്ടുവരുന്നു. യമുന കാണാനായി പൊങ്ങുന്നു. യമുന വെള്ളം പൊങ്ങുന്നല്ലോ എന്ന് ഭയന്ന് വസുദേവർ ബാസ്ക്കറ്റ് ഉയർത്തും, വെള്ളം അല്പം കൂടെ പൊങ്ങും. വസുദേവർ തലയ്ക്ക് മീതെ പിടിക്കും, ബാസ്ക്കറ്റ് വെള്ളം അതിന് മേലെ പോകും. ഇനിയും വെള്ളം മേലെ പോയാൽ വസുദേവർ അതിനകത്ത് മുങ്ങിപ്പോകും.
അതുകൊണ്ട് വിഷമത്തോട് എന്ത് ചെയ്തു? യമുന വഴി കൊടുത്തു. 2 വശത്തിൽ കൂടെ വെള്ളം അങ്ങ് തെറിച്ചു വിട്ടു. അതെല്ലാം ഭഗവാന്റെ മീതെ അഭിഷേകമായി. അതുകൊണ്ടാ യമുനയെ നിത്യചരണ തീർത്ഥം എന്ന് പറയുന്നത്. അന്ന് യമുന ഭഗവാന് വേണ്ടി അഭിഷേകം ചെയ്തു. യമുനയുടെ മീതെ വെള്ളം വരുന്നല്ലോ എന്ന് പറഞ്ഞ് വസുദേവർ അറിയാതെ ബാക്കിൽ കൂടെ അനന്തൻ വന്ന് കൊടയായി നിന്നു. ബാസ്ക്കറ്റിൽ കിടക്കുന്ന കൃഷ്ണൻ ചോദിച്ചു അനന്തൻ്റെ അടുത്ത്, നീ എന്തിനാ വന്നപ്പോ? നീയൊന്നും വേണ്ട. അങ്ങനെ വസുദേവർ തലയ്ക്ക് പിടിച്ച് യമുനയും കടന്ന് ഗോകുലത്തിലേക്ക് അന്ന് പോയി. ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ കീ. ഹരേ കൃഷ്ണ ഹരേ